അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഈ വർഷത്തെ ഈദ് മിലാദ് ആഘോഷം എല്ലാ വർഷത്തും നടക്കുന്നത് പോലെ അതിരാണ്ടി ഒന്നും കൂടി ഉഷാറായ രൂപത്തില്, വിജൃംഭണല്, നല്ല ഐതിഹാസികമായ രൂപത്തിലായിട്ടിക്കറ് എല്ലാ റായത്തും നടന്നത്. അത് നിങ്ങ വാട്സപ്പിലും ഫേസ്ബുക്കിലും അതുപോലെ യൂട്യൂബിലെല്ലാം നിങ്ങൾ കണ്ട വിഷയമായിട്ടിക്കറ. ഏതുവരെ വെറും ഇന്ത്യത്തിൽ മാത്രമല്ല, ഇന്ത്യത്തെ പുറത്തുള്ള 10 രാഷ്ട്രങ്ങളിലും നല്ല വിപുലമായ രൂപത്തിലായിട്ടിക്കറ് ഈദ് മിലാദ് ആഘോഷം നടന്നത്. എത്രത്തോളം ചെന്നെങ്കിൽ മദീന റൗള ഷരീഫിന് സമീപം അള്ളാന്റെ റസൂലിന്റെ ചാരത്ത് സമയത്ത് നല്ല വിപുലമായ രൂപത്തില് മീലാദാഘോഷം നടന്നത് നിങ്ങളെല്ലാം കണ്ടിട്ടിക്കുവാറ്, നോക്കിട്ടിക്കുവാർ. അത് അങ്ങനെയല്ല വേണ്ടിയത്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിനത്തില്, ജനിച്ച തിങ്കളില് സന്തോഷിക്കാത്ത മുസ്ലിമിക്കുക, സന്തോഷിക്കാത്ത മൂമിനിക്കുക. സന്തോഷം വേണയല്ലേ? വെറും മുസ്ലിമീങ്ങ മാത്രല്ല, ലോക നേതാവുടെ ജന്മദിനം വരുമ്പോ സന്തോഷിക്കരുത്. മുസ്ലിമീങ്ങ മാത്രല്ല, അമുസ്ലിമീങ്ങ വരെ സന്തോഷിച്ചത് നിങ്ങ വാട്സപ്പിലെല്ലാം കണ്ടിട്ടിക്കുവാർ. ഞങ്ങളെ മക്കങ്ങ നല്ല റാലി പോകുമ്പോ, മെറവണിക പോകുമ്പോ അങ്ങക്ക് മിഠായി കൊടുത്തിട്ടു, അങ്ങക്ക് നല്ല ഷാലിട്ടിട്ട്, അങ്ങക്ക് നല്ല മാലെല്ലാം ഇട്ടിട്ട്, ഇങ്ങനെ റസൂലുള്ളാഹിയുടെ ജന്മദിനത്തില് സന്തോഷിക്കാത്ത മനുഷ്യന്മാരില്ല. വെറും മുസ്ലിമീങ്ങ മാത്രല്ല, എല്ലാവർക്കും സന്തോഷമായിട്ടിക്കറ്. പക്ഷേ 3 വിഭാഗക്കാർ മാത്ര അങ്ങക്ക് ഭാരി ബേജാർ. ഈ റബീഉൽ അവ്വൽ തിങ്കൾ ബന്തിണ്ട് ചൊല്ലുമ്പോ അങ്കുള്ള ടെൻഷൻ, അങ്കുള്ള ബേജാറ് ചൊന്നിട്ട് കാര്യമില്ല. ഒന്നാമത്തേത് ഇബ്ലീസ്. ഇബ്ലീസിനെ വിഷയം ഒന്നുണ്ടല്ലേ? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച വിഷയം കേട്ടിട്ട് ബുൾപുട്ട ആളായിട്ടിക്കർ ഇബ്ലീസ്. ഭയങ്കര ബുൾപുട്ട. അത് അവന്റെ കൂട്ടക്കാരായിട്ടിക്കർ. രണ്ടാമത്തേത് വർഗീയത നിറഞ്ഞതായ ഇന്നത്തെ ചില തീവ്രത നിറഞ്ഞ സംഘടന. അതിങ്ങല്ല പത്രത്തിൽ നോക്കിയാറല്ലേ അങ്ങ റാലി തടഞ്ഞത്. അങ്ങനെ വിഷയം എല്ലാവർക്കും ഒത്തുണ്ടല്ല. അങ്ങ വർഗീയത നെപ്പത്തില് മുസ്ലിമീങ്ങൾ ഏതെല്ലാം രൂപത്തില്, അത് മീലാദിട്ടല്ല, മുസ്ലിമീങ്ങൾ എങ്ങനെ ഇംപ്രൂവ്മെന്റ് ആവിടാറ് അതിലെല്ലാം തടയിട്ടതായ അങ്ങനത്തെ വർഗം. അങ്ങനെ മൂന്നാമത്തെ വിഭാഗമായിട്ടിക്കറ് മുസ്ലിമീങ്ങളെ പേര് വെച്ചിട്ട് നടക്കര് പുത്തൻവാദിങ്ങ, നൂതനവാദി, സലഫി, ഇതുപോലത്തതല്ല വിഭാഗക്കാർ. അങ്ങ ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ വരുമ്പോ തുടങ്ങാറ് പരിശുദ്ധമായ ഖുർആന്റെ ആ ആയത്തിനെ ദുർവ്യാഖ്യാനമാക്കിയിട്ട്, പരിശുദ്ധമായ ഹദീസിനെ ദുർവ്യാഖ്യാനമാക്കിയിട്ട് സമുദായത്തില് മീലാദുൻ നബി ആഘോഷിക്കുക തീരെ, റബീഉൽ അവ്വൽ ആക്കുക തീരെ, അതുപോലെ തന്നെ മൗലിദാക്കുക തീരെ. അത് ശിർക്കായിട്ടിക്കറ്, അത് കുഫ്റായിട്ടിക്കറ്, അത് മുശ്രിക്കാവുടെ സ്വറായിട്ടിക്കറിട്ട് ചൊന്നിട്ടു വാട്സപ്പിൽ ഇങ്ങനെ ബായിക വന്നതുപോലെ പുകൾടാർ. അത് ആ കൂട്ടക്കാരായിട്ടിക്കറ്. പക്ഷെ കൂടെ തീവ്രവാദിങ്ങം മുസ്ലിമീങ്ങൾക്ക് വിരുദ്ധമായിട്ട് വന്നോണ്ടുള്ള അങ്ങ് റാലിയെല്ലാം തടഞ്ഞാർ. പക്ഷെ ഇപ്പുറത്ത് പുത്തൻവാദിങ്ങ ഈദ് മിലാദ് റാലിയാക്കുക തീരെ, മിലാദുൻ നബി ആചരണ തീരെ, അത് ബിദ്അത്തായിട്ടിക്കറ്, അത് ഖുറാഫത്തായിട്ടിക്കറുണ്ട് ചൊന്നിട്ടു അങ്ങ് വെറും ചൊന്നിട്ട് നിപ്പാട്ടിട്ടില്ല. അതൊക്കെ പേനായിട്ട് പരിശുദ്ധമായ ഖുർആന്റെ ആയത്തോതിട്ട് ദുർവ്യാഖ്യാനമാക്കിയാർ. ഹദീസ് ചൊന്നിട്ടു ദുർവ്യാഖ്യാനമാക്കിയാർ. തീവ്രവാദി സംഘടന ഹദീസ് ഓതിട്ടില്ല, ആയത്തോതിട്ടില്ല. അങ്ങനെ വർഗീയത മാത്രം കാട്ടിയേ. പക്ഷെ ഇങ്ങനല്ല, ഇങ്ങ ഖുർആന്റെ ആയത്തോതിട്ട് മുസ്ലിം ഇങ്ങനെ വിശ്വാസാക്കിയത്. അതുപോലെ തന്നെ ഹദീസ് ചൊന്നിട്ട് ദുർവ്യാഖ്യാനമാക്കിയിട്ട് മുസ്ലിമീങ്ങളെ വിശ്വാസത്തെ ഇല്ലാണ്ടാക്കുക നോക്കിയേ. പക്ഷേ എന്ത് ബൊഗലിയെങ്കിലും, എന്ത് ഭീതിഭാഷനാക്കിയെങ്കിലും, എന്ത് വഹാബിങ്ങ ഇതൊക്കെ വേനായിട്ട് എന്തെല്ലാം ശ്രമിച്ചാർ. ഈ വർഷം കഴിഞ്ഞ വർഷത്തെ പോലെയല്ല. സുബ്ഹാനല്ലാഹ്, വാട്സപ്പ് എടുക്കുവന്തില്ല, യൂട്യൂബ് നോക്കുവന്തില്ല, കേക്കെടുത്ത് ബിദ്അത്തുകാരെ പ്രസംഗം. മിലാദുൻ നബി ആക്കുക തീർവ, അത് തീര, അത് ആക്കണ്ട, അത് ഖുറാഫത്തായിട്ടിക്കറ്, അത് മൊയിലാക്കന്മാർ ഉണ്ടാക്കിയതുണ്ട്. ഇങ്ങനെ പച്ച കളവ് ചൊന്നിട്ടു ആൾമാരെ വസ്വാസാക്കിയിട്ട് ഭീതി ഭാഷനാക്കിയാർ, പബ്ലിക് ആക്കിയാർ, എന്തെല്ലാം കാർബാർ കാട്ടിയാർ. പക്ഷെ ഇതുണ്ടാ മുസ്ലിമീങ്ങളെ മുന്നിൽ ബേവുടുതു.
കോട്ടികട്ടല മുസ്ലിമീങ്ങ ഇതുവരെ ആചരിച്ചോണ്ട് വന്നതായ, ഇതുവരെ സന്തോഷിച്ചോണ്ട് വന്നതായ, ഇത്രത്തോളം ഞങ്ങളെ ഹിരിയങ്ങള ആക്കിയോണ്ട് വന്നതായ നല്ലൊരു സമ്പ്രദായത്തെ ഒരു നാലാള് വന്നിട്ട് അത് ശിർക്കായിട്ടിക്കറ്, അത് ബിദ്അത്തായിട്ടിക്കറ്, അത് ഖുറാഫത്തായിട്ടിക്കറിട്ട് ഇങ്ങനെ ചൊല്ലുമ്പോ അതാരെങ്കിലും നമ്പുവാറാ? ആ ചെൽത്തരെ മുസ്ലിം ലോകം ചവട്ടുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞത് ഞങ്ങൾക്കെല്ലാവർക്കും കൊന്തുള്ള വിഷയമായിട്ടിക്കറ്. അതല്ലേ ഈ വർഷം നോക്കൊരു കഴിഞ്ഞ വർഷത്താണ്ടി വിപുലമായ രൂപത്തിലായിട്ടിക്കറ് ഓരോ റായത്തിലും മീലാദ് ആഘോഷമാക്കിയത്. എത്ര ചന്തത്തെ റാലിങ്ങ ഓരോ റായത്തിലാക്കിയത്, എന്തെല്ലാം ചന്തത്തെ കാര്യക്രമമായിട്ടിക്കറ്. മക്കളെ കാര്യക്രമം വേറെ, ബലിയങ്ങളത് വേറെ, മുത്തഅല്ലിമീങ്ങളത് വേറെ, മൗലിദ് മജ്ലിസ് വേറെ, ബുർദ മജ്ലിസ് വേറെ, റസൂലുള്ളാഹിന്റെ മദ്ഹ് പാട്ടുകളും ആ റസൂലുള്ളാഹിന്റെ ജീവിതം എങ്ങനെ, റസൂലുള്ളാഹിന്റെ ചര്യ എന്തിന്, ഇതെല്ലാം ചൊന്നിട്ടുള്ള പ്രഭാഷണങ്ങൾ, വേളുകൾ ഒരു ഭാഗത്ത്, ഇങ്ങനെ നാനാ ഭാഗത്തായിട്ടിക്കറ് റസൂലുള്ളാഹിന്റെ മീലാദ് ആഘോഷം സന്തോഷത്തോടു കൂടെ നടന്നത്. ഇൻഷാ അല്ലാഹ് അതെല്ലാം ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാട്ടിത്തണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ തീർത്തോളം നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കണം. ഈ വീഡിയോ തുലനാണ് സുന്നത്ത് ജമാഅത്തിനെ വിശ്വസിച്ചോണ്ട് വന്ന് സുന്നിങ്ങളെ മീലാദ് ആഘോഷം എങ്ങനെ, അങ്ങനെ മജ്ലിസ് എങ്ങനെ, അങ്ങനെ റാലി എങ്ങനെ, അങ്ങനെ കാര്യക്രമം എങ്ങനെയായിട്ട് ഇതിൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാട്ടിത്തണ്ട്. അതേ സമയത്ത് ഇതിലെല്ലാം എതിർക്കിടതായ നൂതനവാദി സലഫിമാരെ കാര്യക്രമം, അങ്ങനെ റാലി, അങ്ങനെ കാര്യക്രമം എങ്ങനെയായിട്ട് അതും നാണ് കാട്ടിത്തണ്ട്. എന്നിട്ട് രണ്ടും നിങ്ങൾ നോക്കണു. ലോക മുസ്ലിമീങ്ങളായ സുന്നിങ്ങ ആകൃതായ കാര്യക്രമ എങ്ങനെ, അതുപോലെ തന്നെ നൂതനവാദിങ്ങ ഈ സലഫിമാർ ആക്കിടതായ കാര്യക്രമം എങ്ങനെ, ഇത് രണ്ടും നോക്കിയിട്ട് ഏതായിട്ടിക്കറ ദീന്, ഏതായിട്ടിക്കറ ഹക്ക്, ഏതായിട്ടിക്കറ ബാത്തുലുണ്ട് ഈ വീഡിയോ നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കണോ. അതുക്കായിട്ടിക്കറ ഈ വീഡിയോ നിങ്ങൾ മുന്നോട്ട് വെക്കരെ. ലോക മുസ്ലിമീങ്ങളെ കാഫിറാക്കിയിട്ട് സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കറങ്ങെല്ലാരും മുശ്രിക്കിങ്ങായിട്ടിക്കറ്, അങ്ങ് കാഫിറായിട്ടിക്കറ്, അങ്ങനെ പള്ളി ദേവസ്ഥാനായിട്ടിക്കറ്, ആലിമീങ്ങ ഭട്ടന്മാരായിട്ടിക്കറ്, ഇങ്ങനെല്ലാം സമുദായത്തെ മുന്നോലു ചൊല്ലിയ പോലത്തെ വിഭാഗക്കാരെ അങ്ങനെ ദുർഗതി, അങ്ങനെ അവസ്ഥ എന്തിനുണ്ട് ഇൻഷാ അല്ലാഹ് നാ നിങ്ങളെ മുന്നോല് വെക്കറ്. ഫസ്റ്റ് ഇപ്പൊ നങ്ങ സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്നതായ സുന്നിങ്ങളെ മജ്ലിസ് നങ്ങ നോക്കുക. ആദ്യമായിട്ട് ഏത് കാര്യക്രമം സുന്നിങ്ങ തുടങ്ങുമ്പോ, ഏത് മജ്ലിസ് സുന്നിങ്ങ തുടങ്ങുമ്പോ, എന്ത് കെട്ടുപാട് സുന്നിങ്ങ തുടങ്ങുമ്പോ ഫസ്റ്റ് കാക്കരുത് പരിശുദ്ധമായ ഖുർആന്റെ പ്രധാനപ്പെട്ട സൂറത്തായിട്ടിക്കറ ഫാത്തിഹ. ആ ഫാത്തിഹ ഓതിട്ടായിട്ടിക്കറ സുന്നിങ്ങ ഏത് കാര്യക്രമം, ഏത് കെട്ടുപാടും തുടങ്ങരുത്. ആ സുന്നിങ്ങളെ ഫാത്തിഹ ഒന്ന് കേക്കോ. കേട്ടാരല്ലോ എന്ത് ചന്തത്തെ ഫാത്തിഹ അല്ലേ, നല്ല ഫാത്തിഹ. ഇതായിട്ട് സുന്നിങ്ങ കാര്യക്രമം തുടങ്ങുമ്പോ ഫാത്തിഹ ഓതുർതു. പക്ഷെ വഹാബിമാർക്ക് ഈ ഫാത്തിഹ കേൾക്കുമ്പോ അലർജി. മറിച്ച് അവിടെ ഫാത്തിഹ തീര, തുടക്കത്തിൽ ഫാത്തിഹ ഓതോക്ക് തീര, ഏത് കെട്ടുപാടും ഫാത്തിഹ ഓതോ തീര, ഫാത്തിഹ ചൊല്ലും വർഷമാണ്. പക്ഷേ കാര്യക്രമം തുടങ്ങുമ്പോ അങ്ങം ഫാത്തിഹ ഓതുറാറ്. പക്ഷേ അള്ളാഹുടെ ഖുർആനിലുള്ള ഫാത്തിഹ അല്ല അങ്ങ് ഓതുരെ, അത് അങ്ങ ഉണ്ടാക്കിയ ഫാത്തിഹ, അങ്ങ ഉണ്ടാക്കിയ ഫാത്തിഹ. അങ്ങനെ ഫാത്തിഹ എങ്ങനെ ഒന്ന് സമാക്കേക്കോ.
സകലേശന്റെ തിരുനാമത്തിലാരംഭിപ്പൂ. നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ്വരനാക സകല സ്തോത്രങ്ങളും. പരമകാരുണ്യവാൻ ദാക്ഷിണ്യ നികേതനം വിധി ചൊല്ലിടും ദിവസത്തിന്റെ അധിപതി. നിയതമാരാധിപ്പൂ ഞങ്ങളങ്ങേ മാത്രം സതതം. നോക്കൂ, ഇതായിട്ട് അങ്ങനെ ഫാത്തിഹ ഞങ്ങളുടെ അള്ളാന്റെ കലാമായ ഖുർആനിലുള്ള ഫാത്തിഹ. നിസ്കാരത്തിൽ ഓതുര ഫാത്തിഹ, മർച്ചങ്ങ് മയ്യത്ത് നിസ്കരിക്കുമ്പോ ഓതുര ഫാത്തിഹ സുന്നിങ്ങ ഓതിയത്. പക്ഷെ ഇങ്ങനെ ഫാത്തിഹമ അത് പരിശുദ്ധമായ ഖുർആന്റെ 114 സൂറത്തില് ഇങ്ങനത്തെ ഫാത്തിഹ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടാറാ? ആരെങ്കിലും ഇങ്ങനത്തെ ഫാത്തിഹ കണ്ടാറാ? ഇല്ല. ഇത് സലഫി ഫാത്തിഹ ആയിട്ടിക്കർ. അതും ഓതുറതാറ് പെൺമക്ക അല്ലേ? പെണ്ണിങ്ങക്ക് സ്റ്റേജിലും പോവാ, ഇങ്ങക്ക് പള്ളിക്കും പോവാ. പെണ്ണിങ്ങക്ക് അങ്ങനത്തെ ഒരു ഫ്രീഡം ആയിട്ടിക്കറ് വഹാബിമാര് കൊടുത്തത്. ഏതാവട്ടെ നല്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബുദ്ധിയുള്ളങ്ങക്ക് നിഷ്പക്ഷമായിട്ട് ചിന്തിക്കറങ്ങായിട്ടിക്കറ് നാ ഈ വീഡിയോ എല്ലാം കാട്ടോണ്ടുള്ളേ. ഇന്ന് ഫാത്തിഹ സൂറത്ത് കഴിഞ്ഞിട്ട് തുടങ്ങിയാറ് കാര്യക്രമം. സുന്നികം തുടങ്ങിയാറ്, വഹാബിമാരായ സലഫിമം തുടങ്ങിയാർ. ഇനി ഞങ്ങൾ മജ്ലിസാക്കാം. ഞങ്ങളെ മജ്ലിസ് നോക്കോ, സുന്നിങ്ങളെ മജ്ലിസ് നോക്കോ. എന്ത് നല്ല മജ്ലിസ്. അൽ ഖസീദത്തുൽ ബുർദ വേറെ, മൻഖൂസ് മൗലൂദ് വേറെ, നാനാവിധത്തിലുള്ള ബൈത്തുകളെ പാടിയിട്ടുള്ള നല്ല ചന്തത്തെ മജ്ലിസായിട്ടിക്കറ് ഞങ്ങളെ മജ്ലിസ്. റസൂലുള്ളാഹിയെ പുകഴ്ത്തിയ മജ്ലിസ്. പക്ഷേ വഹാബിമാരെ മജ്ലിസ് തെളിനോക്കോ. നോക്കൊരു ഈ മജ്ലിസിന്റെ കോലം നോക്കൊരു. പെണ്ണിങ്ങാണ്ടില്ല, ആണിങ്ങാണ്ടില്ല, എല്ലാവർക്കും പാടാ. ഇൻഷാ അല്ലാഹ് ആരെ വിഷയത്തിൽ പാട്ടിട്ടല്ല ഞാൻ വിശദീകരിക്കുന്നത്. ഇനി ഞങ്ങളെ ഫെസ്റ്റ്, ഞങ്ങളെ മീലാദ് ഫെസ്റ്റ് നോക്കറു, സലഫിയുടെ ഫെസ്റ്റ് നോക്കറു. രണ്ട് വ്യത്യാസം നിഷ്പക്ഷമായിട്ട് ചിന്തിക്കറു. ഒരിക്കലും നിങ്ങൾ സലഫിയായിട്ടോ സുന്നിയായിട്ടോ ചിന്തിക്കണ്ട. നിങ്ങൾ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കറു. ഏതായിട്ടിക്കറ സത്യം, ഏതായിട്ടിക്കറ ബാത്തിലുണ്ട് സമാ ചിന്തിക്കറു. ഇനി ഞങ്ങ മീലാദ് ആഘോഷത്തണ്ട് ഫസ്റ്റ് കാക്കെടുത്ത് നല്ല റാലി പോണ്ട അല്ലേ? സുന്നിങ്ങ നല്ല റാലി പോണ്ട. ആ റാലിയിൽ എന്തെല്ലാം ഇക്കറ്? നല്ല ബൈത്തുകൾ ഇക്കറ്, നല്ല റസൂലുള്ളാഹിയുടെ സന്ദേശങ്ങൾ ഇക്കറ്. അത് മാത്രല്ല പിഞ്ചോമന മക്ക, ചെറിയ മക്ക നല്ല ഫ്ലവർ പിടിച്ചിട്ട് മെറവണിക നല്ല രൂപത്തിൽ പോണ്ടാർ, നല്ല ദഫ് മുട്ടിട്ട് പോണ്ടാർ, നല്ല ബലൂണാക്കിയിട്ട് സന്തോഷിക്കാർ. ഇണ്ടത്തെ രൂപത്തിൽ ഏതെല്ലാം ഹലാലായ മാർഗം ഉണ്ടാ ആ രൂപത്തിൽ സന്തോഷിച്ചിട്ട് ഞങ്ങളെ മക്ക പോണ്ടാർ. ഞങ്ങളെ ബലിയങ്ങ, ചെറിയങ്ങ, മക്കങ്ങ എന്ത് ചന്തത്തിലായിട്ട് റാലി പോണ്ടേ. ഒരാൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത പോലെ സന്തോലത്തിലായിട്ട് റാലി പോണ്ടേ. നല്ല ദഫ് പാടിയിട്ട്, നല്ല സ്കൗട്ടാക്കിയിട്ട് ഏതെല്ലാം രൂപത്തിൽ റസൂലുള്ളാഹിയെ കൊണ്ടാടുക ആ രൂപത്തിൽ ഞങ്ങളെ റാലി നിങ്ങൾ ശ്രദ്ധിക്കോ. സുന്നികളെ റാലി നോക്കറു, സുന്നികളെ റാലി എന്ത് ചന്ത. മക്കളെ നോക്കറു, മാഷാ അല്ലാഹ്, മനസ്സെ സന്തോഷിക്കർ. ഈ ഒരു റാലിയില് മുസ്ലിമീങ്ങൾക്ക് സന്തോഷം മാത്രല്ല, നിഷ്പക്ഷമായിട്ട് ചിന്തിക്കരെ അമുസ്ലിമീങ്ങ വരെ സന്തോഷിക്കാർ. നോക്കറോ,
ആ റാലിക്ക് പോകേണ്ട ആൾമാർക്ക് സെഹത്തിന്റെ കൊടുക്കുന്നത് വേറെ, ആ റാലിയിൽ പോകേണ്ട മക്കൾക്ക് മാലയിട്ടതും അതുപോലെ സിഹിത്തിന്റെ കൊടുക്കുന്നതും മിഠായി കൊടുക്കുന്നതും നോക്കോർ കണ്ടോണ്ടില്ലേ. ഇതായിട്ടിക്കറ റസൂലുള്ളാഹിനെ കൊണ്ടാടുന്നത്, ലോക മുസ്ലിമീങ്ങ കൊണ്ടാടുന്നത് ഇതായിട്ടിക്കറ. ഇനി നിങ്ങളെ സലഫിമാരെ ഒരു ഫെസ്റ്റ് നോക്കണ്ടേ. ഇനി സലഫിമാർക്കും റാലി ഉണ്ട്. പക്ഷെ ഇത്തര ചന്തത്തെ റാലിയിലെ ഇന്ന് സലഫിമാര് അത് തീര അത് ബിദഅത്തായിട്ടിക്കറ് ഖുറാഫത്തായിട്ടിക്കറ് സപ്പോർട്ടാക്കോ തീരാണ്ട് ആയത്തെ ഹദീസ് ഓതിട്ട് തപ്പു അർത്ഥം വെച്ചിട്ട് വ്യാഖ്യാനിക്കറാണ്. പക്ഷെ ഇത് ചൊല്ലതൊന്നും ആക്കരുത് വേറെ. പക്ഷെ അങ്ങനെ റാലി നോക്കും, അങ്ങം റാലി ആക്കറാറ്. അങ്ങനെ ഫെസ്റ്റ് ഉണ്ട്, അങ്ങനെ മീലാദ് ഫെസ്റ്റ് അല്ല, സലഫി ഫെസ്റ്റ് ആയിട്ടിക്കറ്. ആ സലഫി ഫെസ്റ്റിടൊന്നു ഹണേബാറ ഒന്ന് നോക്കും. ആ കേട്ടാറല്ലേ എന്തെല്ലാം അവസ്ഥ. ഇങ്ങായിട്ടിക്കറ് പാരമ്പര്യം കൊണ്ട് വിശ്വസിക്കര് ലോക മുസ്ലിമീങ്ങളെ കാഫിറാക്കടെ, മുസ്ലിക്കാക്കരെ. സുന്നിങ്ങ ശിർക്കാക്കറാറ്. സുന്നിങ്ങ ബഹുദൈവ വിശ്വാസത്തിൽ ഉള്ളങ്ങാട്ട് ഈ മനുഷ്യന്മാർ ചൊല്ലെ ഇങ്ങനെ ബഹുദൈവ വിശ്വാസം കണ്ടല്ലേ. ഇങ്ങനെ എന്തെല്ലാം ഉണ്ടോ, ഛദ്മമേള ഉണ്ടോ, യക്ഷഗാന ഉണ്ടോ, എല്ലാം ഉണ്ടോ. അമുസ്ലിമീങ്ങ എന്തെല്ലാം ആക്കറാറ് അതെല്ലാം ഉണ്ടോ. പക്ഷെ ഞങ്ങളതോ നല്ല ബുർദ ബൈത്വം, അതുപോലെ നല്ല അശ്രക ബൈത്വം, നല്ല നല്ല സന്ദേശങ്ങളും നല്ല ദഫും അതെല്ലാമായിട്ടുള്ള ഞങ്ങളത് നടക്കുമ്പോ ഇപ്പുറത്ത് സുബ്ഹാനല്ലാഹ് ഇതുപോലത്തെ മേളങ്ങളായിട്ടിക്കറ. ഇതായിട്ടിക്കറ സലഫീസം, ഇതായിട്ടിക്കറ സലഫീസം. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞങ്ങൾ വിചാരിക്കുന്ന സലഫി ചൊന്നെങ്കിൽ സാരയില്ല, അകലയിലും മുണ്ട, അകലയിലും ചിരിച്ചിട്ട് മുണ്ടാണ്ട് വിചാരിക്കാറ്. പക്ഷേ അങ്ങനെ അവസ്ഥ കണ്ടെങ്കിൽ അങ്ങ് ഞങ്ങളെ മുസുണ്ട് നോക്കിയിട്ട് ഞങ്ങളെ മുസ്ലിക്കാക്കിക്കൊണ്ടുള്ള, ഞങ്ങളെ കാഫിറാക്കിക്കൊണ്ടുള്ള. പക്ഷേ അങ്ങനെ ഹനേബാറ നോക്കെങ്കിൽ അങ്ങക്ക് മുസ്ലിമായിട്ട് എന്ത് ബന്ധമുണ്ട്, കാണുമ്പോ താടിക്കോ. പക്ഷേ അങ്ങനെ ബുദ്ധി ഇതായിട്ടിക്കറ. ഇത് മാത്രല്ല, ഞങ്ങളെ ദഫ് നോക്കറു, അങ്ങനെ ദഫ് നോക്കറു. കണ്ടാറല്ലേ. ഇനി അങ്ങനെ ദഫ് നോക്കറു, അങ്ങനെ ദഫുടെ കോലം നോക്കറു. ऊपर चंदा गोल गोल नीचे धरती गोल गोल, ऊपर चंदा गोल गोल नीचे धरती गोल गोल. ला 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 ला. കാണുമ്പോ ചിരിവാണ്ട്. അങ്ങനത്തെ അവസ്ഥ ആയിട്ടിക്കറ. ഇത് ബായിലൊന്ന് ചൊല്ലിട്ട് ആക്കടെ വേറെ, ബായിലൊന്ന് ചൊല്ലിട്ട് സുന്നി അങ്ങനെ ആക്കറാറുണ്ട്. പക്ഷെ ഹനേബാറ അങ്ങ കാട്ടറാർ. അത് മാത്രല്ല, ഞങ്ങ റസൂലുള്ളാരെ കൊണ്ടാടുന്നത്, റസൂലുള്ളാരെ മദ്ഹ് പാടുന്നത്, റസൂലുള്ളാരെ മൗലിദ് പാടുന്നത്, റസൂലുള്ളാരെ സംബന്ധിച്ച് എന്തെങ്കിലും ചൊന്നെങ്കിൽ അത് ഷിർക്ക് ബിദ്അത്ത് ചൊല്ലാർ. ഞങ്ങളെ മക്ക പാടുമ്പോ അത് തീരാണ്ട് ചൊല്ലാർ. പക്ഷേ അങ്ങനെ മക്ക പാടുന്നത് നോക്കൂ, അങ്ങ മീലാദുൻ നബികല്ല, അങ്ങനെ ഒരു ഫെസ്റ്റിൽ അങ്ങ പാടേ. ആരെ സംബന്ധിച്ച്? ലോക നേതാവായ റസൂലുള്ളാഹിനെ സംബന്ധിച്ചല്ല, അങ്ങനെ ലീഡർമാരായ ഉമർ മൗലവി അതുപോലെ സലഫി ലീഡേഴ്സുമാരെ സംബന്ധിച്ച് മത് പാട്ടായിട്ടിക്കറ്. ഞങ്ങളെ മക്ക മീലാദു നബിക്ക് റസൂലുള്ളാഹിനെ സംബന്ധിച്ച് പാടുമ്പോ സലഫിമാർ അങ്ങനെ ഫെസ്റ്റില് അങ്ങനെ നേതാക്കന്മാരെ മദ്ഹ് പാട്ടെ കോല നോക്കും.
ഇതായിട്ടിക്കര സലഫി അങ്ങ് ചൊല്ലിട്ടതൊന്നും ആക്കരുത് ಬೇರೆ. ഇത് മുസ്ലിമിങ്ങ ചിന്തിക്കണോ, നിഷ്പക്ഷമായിട്ട് ചിന്തിക്കണോ. ഞാൻ ആരെ കീഴാക്കോ ചൊല്ലല്ല. അങ്ങനെ വിശ്വാസം എന്തിരെ, അങ്ങനെ സിദ്ധാന്തം എന്തിരെ, അങ്ങനെ ദീൻ എന്തിരെ സമുദായത്തെ മുന്നോലു കാണിക്കരുതായിട്ടിക്കറ. നങ്ങ ഹിദായത്ത് ഒരിക്കലും തപ്പുകുത്തീര. അതുക്കായിട്ടിക്കറ നാന് ഇങ്ങനെ വിഷയം കാട്ടിക്കൊണ്ടുള്ളേ. ഇങ്ങനെ അങ്ങനെ ഓരോ വിഷയങ്ങളെ എണ്ണി എണ്ണി ചൊല്ലിട്ടായെങ്കിൽ എത്രയോ ടൈം വേണു. അങ്ങനെ ഇപ്പൊ ഇത്ര തുർത്തുക്ക് ഇത്തരമായി. അതുകൊണ്ട് മാന്യ മുസ്ലിമീങ്ങളെ, ഒരിക്കലും വഹാബിമാരെ ആ കുതന്ത്രത്തിൽ ഒരിക്കലും പെടുകുത്തീര നിപ്പാട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.